എന്ത് പറഞ്ഞാലാണ് തീരുക? ബറേലിയിൽ നിന്ന് അഹമ്മദ് റിളാ ഖാൻ ഫാദിലെ ബറേൽവി തങ്ങൾ ഹൃദയം ചേർത്ത് വെച്ച മദീനയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മുസ്തഫ ജാനെ എന്ന് വിളിച്ചപ്പോ ഇന്ത്യ മഹാരാജ്യത്തെ പരകോടി ജനങ്ങള് നിത്യജീവിതത്തിൽ ചൊല്ലുകയാണ്, മുസ്തഫ ജാനെ റഹ്മത്ത് പേ ലാഖോ സലാം, ശമഅ ബസ്മേ ഹിദായത്ത് പേ ലാഖോ സലാം, ശഹരിയാരേ ഇറം താജുദാരേ ഹറം നോബഹാരേ ശഫാഅത്ത് പേ ലാഖോ സലാം. എന്തൊരു അത്ഭുതമുള്ള കാവ്യമാണിത്. നിങ്ങളൊന്ന് കേരളത്തിന്റെ കർണാടകയുടെ ദക്ഷിണ കർണാടകയിൽ നിന്ന് ഉത്തര കർണാടക മുതൽ ഇന്ത്യ മഹാരാജ്യത്തിന്റെ അങ്ങേയറ്റത്ത് കശ്മീർ വരെ ഒന്ന് പോയി നോക്ക്. സുബഹി നിസ്കാരം കഴിഞ്ഞ് വലത്തോട്ട് തിരിഞ്ഞു നിന്ന് പള്ളിയിൽ മദീനയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് ചൊല്ലുകയാണ്, മുസ്തഫ ജാനെ റഹ്മത്ത്. അവിടുന്ന് കാരുണ്യത്തിന്റെ ആത്മാവല്ലോ. ഞങ്ങൾ 2 മാസം മുമ്പ് ഡൽഹിയിൽ ഹുമയൂൺ ടോംബിന്റെ അപ്പുറത്തുള്ളൊരു പള്ളിയിൽ ജുമാ നിസ്കാരം കഴിഞ്ഞപ്പോ നൂറുകണക്കിന് ആളുകൾ കൂടിയ വലിയ ജുമയാണ്. ആ ജുമാ നിസ്കാരം കഴിഞ്ഞപ്പോൾ ആ പള്ളിയിലുള്ള മുഴുവൻ ആളുകളും മുസ്തഫ ജാന ചൊല്ലിയപ്പോ എന്റെ മനസ്സിലിങ്ങനെ ആലോചിച്ചു പോയി. ഞാൻ എല്ലായിടത്തും പ്രസംഗിക്കുമ്പോ ഉത്തരേന്ത്യയിൽ മദ്രസയിൽ എന്ന് പറയാറുണ്ട്, സ്കൂളിൽ എന്ന് പറയാറുണ്ട്, ദീന് പഠിക്കാൻ അവസരമില്ലെന്ന് പറയാറുണ്ട്. അതൊക്കെ ശരിയാണ്, ശരിയാണ്, ശരിയാണ്. പക്ഷേ ആ സ്കൂളില്ലെങ്കിലും മദ്രസയില്ലെങ്കിലും പാഠശാലയില്ലെങ്കിലും കിടക്കാൻ കൂരയില്ലെങ്കിലും ഉടുക്കാൻ വസ്ത്രമില്ലെങ്കിലും അവർക്ക് പശിയടക്കാൻ ഭക്ഷണമില്ലെങ്കിലും അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു രാജകുമാരൻ ഇരിക്കുന്നുണ്ട്. അതാണ് താജ്ദാറെ മദീന. ഇതെന്തൊരു അത്ഭുതമാണ്. കോടിക്കണക്കിന് ജനങ്ങളുടെ ഉള്ളിൽ ഈ മഹബത്തിന്റെ വാണി സ്ഥാപിച്ചെടുക്കാൻ അഹമ്മദ് റിളാ ഖാൻ തങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു എന്ന് അത്ഭുതപ്പെട്ടു. ഇനി നിങ്ങളൊന്ന് കേട്ടു. നമ്മൾ ഈ കേരളത്തിൽ 80 ലക്ഷം മുസ്ലിങ്ങളെ ഉള്ളൂ. കർണാടകയിൽ 1.5 കോടി മുസ്ലിങ്ങൾ ഉണ്ടാവും. ഈ 2.30 മാറ്റി വെച്ചാൽ ബാക്കി ഇന്ത്യയിൽ 20 കോടിയിലേറെ മുസ്ലിങ്ങൾ. അവരിൽ സുന്നത്ത് ജമാഅത്തിൽ അഖീദയിലുള്ള 10 കോടി കൂട്ടി 10 15 16 17 എല്ലാവരുടെയും ഈമാനിനെ നിയന്ത്രിക്കുന്ന ഒരു ഘടകം മുഹബ്ബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഗുജറാത്തിലെ ഗയയിൽ ഞങ്ങൾ പോയി. സൈഹൂലി എന്ന് പറയുന്ന ഗ്രാമത്തിൽ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തറിയാം? ഞങ്ങൾക്ക് ആകെ അറിയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമാസ് नहीं जानते हैं, नमाज की मसाइल भी नहीं जानते हैं, मस्जिद भी नहीं जानते हैं, नमाजी को नहीं पहचान है, कुछ नहीं जानते हैं. हम जानते हैं हमारे आका इनामदार താജ്ദാറെ മദീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾക്കറിയാം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ആ മുഹബ്ബത്ത് നമ്മുടെ ഖൽബിൽ തരട്ടെ. അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചു പോയി, പഠിച്ചോനെ, നമ്മളിങ്ങനെ നിയമങ്ങളും പുസ്തകങ്ങളും കേന്ദ്രങ്ങളും പാഠശാലകളും പറഞ്ഞ് നടക്കുമ്പോൾ ഇറ്റങ്ങൾ യാ നബി സലാം ചൊല്ലിയിട്ട് സ്വർഗത്തേക്ക് നേരേണ്ട അത്രയും വലിയ മുഹബ്ബത്ത്. ഈ പരകോടികളുടെ ഹൃദയത്തിൽ മുഹബ്ബത്ത് നിറച്ചു വെച്ച നേതാവ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ, ആ ഹബീബായ തങ്ങൾ വന്നത് എന്തിനാണ്? വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി, അല്ലാഹു നിയോഗിച്ചു ഈ ലോകത്തെ മുഴുവനും വിളിക്കാൻ. മുത്തുനബി തങ്ങൾ നമ്മളെ എങ്ങോട്ടാണ് വിളിച്ചത്? പർദയിലേക്കല്ല, തൊപ്പിയിലേക്കല്ല, കുപ്പായത്തിലേക്കല്ല, പള്ളിയിലേക്കല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ വിളിച്ചത് സ്വർഗത്തിലേക്കാണ്. സ്വർഗത്തിൽ പോണമെങ്കിലോ സുജൂദ് ചെയ്യണം. സ്വർഗത്തിൽ പോകണമെങ്കിലോ നല്ല വിശ്വാസം വേണം. സ്വർഗത്തിൽ പോകണമെങ്കിലോ നല്ല കർമ്മങ്ങൾ വേണം. അതാണ് ബാക്കിയല്ല. തങ്ങൾ എന്തിനു വന്നതാ? ഹദീസിൽ കാണാം, നല്ലൊരു സുപ്ര ഒരുക്കി വെച്ചു പടച്ചവൻ. എന്നിട്ട് ആ സുപ്രയിലേക്ക് വിളിക്കാൻ ഒരാളെ ഏർപ്പാടാക്കി.
ആ വിളിക്കാൻ വന്ന ആളുടെ കൂടെ പോയാ വീട്ടിൽ കടക്കാം, വീട്ടിൽ നിന്ന് സുപ്രയിൽ നിന്ന് കഴിക്കാം. അതേ സമയത്ത് വിളിക്കാൻ വന്ന ആളെ ഉത്തരം ചെയ്യുന്നില്ലെങ്കിൽ അയാൾക്ക് വീട്ടിൽ കടക്കാനും പറ്റില്ല, സുപ്രയിൽ നിന്ന് കഴിക്കാനും പറ്റില്ല. അനദ്ദാഇ, ഞാനാണ് ആ വിളിക്കാൻ വരുന്നത്. വീടുണ്ടാക്കിയവൻ അല്ലാഹുവാണ്, സ്വർഗം ഒരുക്കിയവൻ അല്ലാഹുവാണ്, സദ്യ ഒരുക്കിയവൻ അല്ലാഹുവാണ്. എന്നെ വിളിക്കാൻ വിട്ടതാണ്. അതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കാൻ വിട്ട സ്വർഗത്തിലേക്ക്. അതുകൊണ്ടാണ് സ്വർഗത്തിലേക്ക് വിളിക്കാൻ വേണ്ടി വന്ന തങ്ങൾ സ്വർഗത്തിലേക്ക് ഒരു വഴിയേ ഉള്ളൂ, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മിഫ്താഹു ബാബി റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ കവാടത്തിന്റെ താക്കോൽ, അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ കവാടത്തിന്റെ താക്കോൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല പറഞ്ഞെന്താ? ഖുൽ നബിയെ തങ്ങൾ പറയണം, യാ ഇബാദി, എന്റെ അടിമകളെ. ആരടിമയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുകയാണ്, യാ ഇബാദി, എന്റെ അടിമകളെ. ഹം റസൂലുള്ളാഹി കെ ജന്നത്ത് റസൂലുള്ളാഹി കി. യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം വലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. പ്രിയമുള്ളവരെ, അവിടെ രണ്ട് വ്യാഖ്യാനത്തിനും സാധ്യതയുള്ള സൂക്തമാണ്. ഹബീബായ തങ്ങൾ ഈ ലോകത്തിന്റെ മുഴുവനും നേതാവാണ്. ആ നേതാവ് വിളിക്കാൻ വന്നത് സ്വർഗത്തിലേക്കാണ്. സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന നേതാവാണ്. അല്ലാഹുവേ, ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം നിൽക്കുന്ന ഖൽബ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം റബ്ബിലേക്ക് വിളിക്കാൻ വന്ന റസൂലുള്ളാഹ് വസിറാജം മുനീറാ. അവിടെ പ്രകാശിപ്പിക്കുന്ന വിളക്കുമാടമാണ്. തങ്ങളാണ് വെളിച്ചം നൽകുന്നത്. അതാണ് ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ പറഞ്ഞത്, ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലസ്സുറുജി. വല്ല വീട്ടിലും തങ്ങൾ താമസിച്ചാൽ അവിടെ വിളക്ക് വേണ്ട നബിയേ.